മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. മന്ത്രി കോപത്താൽ സെപ്റ്റംബർ 29 മാറ്റിവെച്ച പരിപാടിയാണ്. ഇത്തവണ കനകക്കുന്നിൽ നിന്ന് പേരൂർക്കട ഡിപ്പോയിലേക്ക് വേദി മാറ്റി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഗാർഡ് ഓഫ് ഓണർ നൽകി മന്ത്രിക്ക് സ്വീകരണം. ആളെ കൂട്ടിയതോടെ മന്ത്രി ഹാപ്പിയായി. ഇന്ന് വന്ന ഉദ്യോഗസ്ഥരൊക്കെ അന്ന് എവിടെ പോയിരുന്നു എന്നാണ് മന്ത്രിയുടെ ചോദ്യം. ആ പരിപാടി ഇത്രയും മനോഹരമായി ഇത്രയധികം വണ്ടികൾ സർക്കാർ വാങ്ങി. ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തിറങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിനുണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ കാൽവയ്പിനെ അഭിനന്ദിക്കും. അല്ല, കനകക്കുന്നിന്റെ താഴെ മരത്തിന്റെ മൂട്ടിൽ ഒളിച്ചിട്ടിട്ട് എയർ കണ്ടീഷൻ ഇട്ട് 2 ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കയറിയിരുന്നാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത്? വണ്ടി ഓണാക്കി ഉദ്യോഗസ്ഥർ വണ്ടിക്ക് അകത്തിരുന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ മറ്റൊരു പ്രശ്നം. ഇത്തവണ വണ്ടി ഓണാക്കി ഉദ്യോഗസ്ഥർ വണ്ടിക്ക് പുറത്തു നിന്നു, അതും പൊരിവെയിലത്ത്. 52 വണ്ടിയിൽ ഈ 2 ഉദ്യോഗസ്ഥൻ വെച്ച് AC ഇട്ട് അകത്ത് കയറിയിരുന്നു കനകക്കുന്നിൽ. ആ 52 പേരെ ഇറങ്ങി പുറത്തിരുന്നെങ്കിൽ ആ സദസ് അങ്ങനെ ആവുമായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിനായി വാങ്ങിയ 52 പുതിയ വാഹനങ്ങൾ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ RTO ഓഫീസുകളുടെ പ്രവർത്തനത്തെ പരിപാടി ബാധിച്ചു. ജീവനക്കാർ പരിപാടിക്ക് എത്തിയതോടെ പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെക്കേണ്ടി വന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.